നമുക്കിപ്പം നടൻ അശോകൻ വീണ്ടും എത്തുകയാണ്. ശ്രീ അശോകൻ, എങ്ങനെയാണ് പൊന്നമ്മ ചേച്ചിയെ ഓർത്തെടുക്കുന്നത്? 1984 ആദ്യ സിനിമ അഭിനയിക്കുന്നത്. തിങ്കളാഴ്ച നല്ല ദിവസം, പി പത്മരാജന്റെ. അതിൽ എൻ്റെ അമ്മൂമ്മയായിട്ടാണ് അതിനകത്ത് അഭിനയിച്ചത്. ഞാനൊക്കെ അതിനു മുമ്പ് എത്രയോ വർഷങ്ങൾക്ക് എൻ്റെ ഓർമ്മയുള്ള കാലം, ആ കുട്ടിക്കാലം മുതൽ ഞാൻ എത്രയോ സിനിമകളാണ് അവരുടെയൊക്കെ കണ്ടിട്ടുള്ളത്. മലയാള സിനിമയിലെ ഐശ്വര്യമുള്ള അമ്മമാരിൽ ഒരാളായിരുന്നു. അതേപോലെ ആ കാലത്ത് പോലും അഭിനയത്തിൽ ഒട്ടും ഭാവത്വം കലരാതെ വളരെ നോർമലായിട്ട്, വളരെ റിയലിസ്റ്റിക് ആയിട്ട് അഭിനയിച്ച നടികളിൽ ഒരാളാണ് പൊന്നമ്മ ചേച്ചി. അന്ന് തന്നെ എത്രയോ പ്രഗത്ഭരായ നായക നടന്മാരോടൊത്ത് സത്യൻ പറയുന്ന സീർ മധു, അവരുടെയൊക്കെ കെ പി ഉമാർ, ഇവരുടെയൊക്കെ കൂടെ പിന്നീട് വന്ന ഒരുപാട് ശേഷം വന്നവരുടെയൊക്കെ അമ്മയായിട്ടും പെങ്ങളായിട്ടും ഒക്കെ അഭിനയിച്ച് അത് എത്രയോ തലമുറകളുടെ കൂടെ അഭിനയിച്ചിട്ടുള്ള ഒരു വലിയ കലാകാരിയായിരുന്നു. പിന്നെ അത് ഈ പുതിയ തലമുറയ്ക്കെല്ലാം ഇപ്പം ഇപ്പം വന്നിരിക്കുന്ന ഒരു പക്ഷേ പുതിയ ചെറുപ്പക്കാർക്ക് ഒരു പക്ഷേ അങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടായിരിക്കില്ല. ഞങ്ങൾ ഒരുപാട് തലമുറകളുടെ കൂടെ അഭിനയിച്ചില്ലേ, അതൊരു ഞങ്ങളെ സംബന്ധിച്ചൊരു വലിയ ഭാഗ്യം തന്നെയാണ്. കുറേ പടങ്ങൾ അഭിനയിച്ചത് തന്നെ അത് ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. നല്ല ഐശ്വര്യമുള്ള സിനിമകളിൽ, നല്ല സിനിമകളിൽ, കുടുംബചിത്രങ്ങൾ, അന്നത്തെ കുടുംബചിത്രങ്ങളിൽ വളരെ നല്ല ഗംഭീരമായ വളരെ മേജർ ക്യാരക്ടറൊക്കെ ചെയ്താണ് പൊന്നമ്മ ചേച്ചി വന്നത്. ഇന്നും അതൊരു അമ്മയുടെ സ്ഥാനം തന്നെ. നമ്മൾ അമ്മയെന്ന് പറയുമ്പോൾ ഇപ്പോഴും അമ്മമാരിൽ മലയാള സിനിമയിലെ അമ്മമാരായിട്ട് അഭിനയിക്കുന്ന ആക്ട്രസിൽ വളരെ പ്രാധാന്യമുള്ള ഒരു ഒരു താരം തന്നെയായിരുന്നു. താരം എന്ന് പറയാൻ പറ്റില്ല, ഒരു മികച്ച നടിയായിരുന്നു. അതാണ് പൊന്നമ്മ ചേച്ചിയെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. സമയമില്ലാത്തതുകൊണ്ടല്ലേ, വളരെ വിഷമമുണ്ട് ആ കാര്യത്തിൽ. ഞാനൊരു കുറച്ച് നാളിന് മുമ്പ്, കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് ഞാൻ വീട്ടിൽ പോയി സുഖമില്ലാതൊക്കെ വരുന്ന സമയത്ത് വീട്ടിൽ പോയി കണ്ടിരുന്നു. ഞാൻ അവസാനം കണ്ടത് അപ്പോഴാണ്. ഞാനും എൻ്റെ വൈഫും കൂടെ പോയി കണ്ടിരുന്നു. സുഖമില്ലാതെ ഇന്നലെ അഡ്മിറ്റ് ആയ കാര്യമൊക്കെ അറിഞ്ഞു. കാണാൻ പറ്റാത്ത അവസ്ഥയായിപ്പോയി ഇപ്പോഴും.